വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:30-46 ചില വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ വിശുദ്ധ യോഹന്നാൻ 6:30 മുതൽ. യഹൂദന്മാർ യേശുവിനോട്, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കുവാൻ തക്കവിധം നീ എന്തടയാളം കാണിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു? നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്നാ ഭക്ഷിച്ചു, അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് മോശെ അപ്പം നൽകിയെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവരുടെ പ്രകാരം പറഞ്ഞു, സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്ന് മോശ നിങ്ങൾക്ക് അപ്പം തന്നില്ല. സ്വർഗത്തിൽ നിന്ന് എന്റെ പിതാവത്രേ സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ലോകത്തിന് ജീവൻ കൊടുക്കുന്നതാകുന്നു. അവർ യേശുവിനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് നൽകണവേ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ഞാനാകുന്നു ജീവന്റെ അപ്പം. എന്റെ അടുക്കൽ വരുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവനെ ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്റെ പിതാവ് എനിക്ക് നൽകിയിട്ടുള്ള ഏതൊരുവനും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും പുറത്ത് തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനത്രേ. അവനെനിക്ക് നൽകിയിട്ടുള്ള ആരെയും നശിപ്പിച്ച് കളയാതെ അവസാന ദിവസം എല്ലാവരെയും ഞാൻ ഉയർപ്പിക്കണമെന്നുള്ളതാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. അവസാന നാൾ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. പുത്രനെ കണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ലഭിക്കണമെന്നുള്ളതാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നേ അപ്പമാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് യഹൂദന്മാർ യേശുവിനെ പറ്റി പിറുപിറുത്തു. ഇവൻ യോസേഫിന്റെ മകനായ യേശു അല്ലയോ? ഇവന്റെ പിതാവിനെയും മാതാവിനെയും നാം അറിയുന്നുവല്ലോ. പിന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നുവെന്ന് ഇവൻ പറയുന്നത് എങ്ങനെയെന്ന് അവർ പറഞ്ഞു. യേശു അവരുടെ ഉത്തരമായിട്ട് പറഞ്ഞു, നിങ്ങൾ അന്യോന്യം പിറുപിറുക്കേണ്ട. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരുവനും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. അവസാന നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കുകയും ചെയ്യും. ദൈവം എല്ലാവരെയും പഠിപ്പിക്കുമെന്ന് പ്രവാചകൻ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് പിതാവിൽ നിന്ന് കേട്ട് പഠിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരും. പിതാവിനെ ആരും കണ്ടിട്ടില്ല, ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമാണ് പിതാവിനെ കാണുന്നത്. സ്വല്പസമയം ഇരിക്കുക. യോസേഫിനുണ്ടായ വെളിപാടിന്റെ ഞായറാഴ്ച സന്ധ്യയ്ക്ക് വായിക്കേണ്ട വേദഭാഗം പിന്നെയും ഒരിക്കൽ കൂടെ നമ്മൾ വായിച്ചിരിക്കുകയാണ്. പഞ്ചദിന ധ്യാനത്തിന്റെ സമാഹരണം എന്ന നിലയിൽ നമ്മൾ സന്ധ്യ മുതൽ വായിച്ച വേദഭാഗത്തിൽ നിന്ന് ശേഷിച്ച കഷ്ടങ്ങൾ വെറുക്കുവാൻ വീണ്ടും പുറകോട്ട് പോകുകയായിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് വായിക്കേണ്ട വേദഭാഗത്തിൽ യോസേഫിനും മറിയാമിനും സംഭവിച്ച കാര്യങ്ങളെല്ലാം ദൈവവചനങ്ങളുടെ നിവൃത്തിയാണെന്ന് മനസ്സിലായപ്പോഴാണ് അവർക്ക് സന്തോഷമായി യേശുക്കുഞ്ഞിനെ വളർത്തുന്ന വേല ഏറ്റെടുക്കുവാൻ സാധിച്ചത്. പ്രവാചകൻ മുഖാന്തരം കർത്താവ് അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇവയെല്ലാം സംഭവിച്ചു. ഇപ്പോൾ പ്രവാചകന്മാർ മുഖാന്തരം നിവൃത്തിയായ കാര്യങ്ങൾ നമ്മുടെ നാളത്തോറുമുള്ള ജീവിതത്തിൽ എപ്പോഴെല്ലാം എങ്ങനെയെല്ലാം സംഭവിച്ചു എന്ന് തിരിച്ചറിയുമ്പോൾ അതെല്ലാം നമുക്ക് വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവുമായി, എന്നിട്ടത് നിത്യജീവന്റെ അനുഭവമായി മാറും എന്നുള്ള കാര്യം ഇവിടെ നമ്മൾ വായിച്ച ഇന്നലെ കേട്ടതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:30-46 ഈ വെളിപ്പാടിനെ കുറിച്ചും യേശുവിനെ കുറിച്ചും പിതാവിന്റെ ആവശ്യപ്രകാരം പുത്രന്റെ അടുത്ത് വരുന്ന കാര്യമെല്ലാം പറഞ്ഞപ്പോൾ അത് കേട്ടോണ്ട് തോന്നി ശിഷ്യന്മാർക്ക് ഒരു കാര്യം പ്രാർത്ഥിക്കണമെന്ന് തോന്നി. എന്തായിരുന്നു ആ പ്രാർത്ഥന? അത് നമ്മുടെ പ്രാർത്ഥനയായിട്ടുണ്ടോ? എന്തായിരുന്നു അത്? നിത്യജീവനെ കുറിച്ചും നിത്യജീവന്റെ അപ്പത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അവരപേക്ഷിച്ചു. അപ്പൊ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ലോകത്തിന് ജീവൻ കൊടുക്കുന്നതാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ യേശുവിനോട് ശിഷ്യന്മാർ പറഞ്ഞു, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമെന്ന്. ഇത്രയും നാളും ക്രിസ്തീയ ജീവിതം നയിച്ചിട്ട് വിശ്വാസികളായിട്ട് ധ്യാനം നടത്തിയിട്ട് ഈ ജീവന്റെ അപ്പത്തിനെ എപ്പോഴും നമ്മുടെ കിട്ടിയിട്ടുണ്ടോ? വല്ലപ്പോഴൊക്കെ കിട്ടുന്നുള്ളല്ലോ. എപ്പോഴും കിട്ടാൻ എന്താ മാർഗം? വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ ജീവന്റെ അപ്പമാണെന്ന് നമ്മൾ അനുഭവിക്കുന്നു. ആ ജീവന്റെ അപ്പത്തിന്റെ ജീവൻ നമുക്ക് എപ്പോഴും നിലനിർത്താനോ വളർത്താനോ സാധിക്കുന്നുണ്ടോ? ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് എപ്പോഴും അത് ആസ്വദിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആദ്യമായി ഈ ജീവന്റെ അപ്പത്തെ വചനമായി സ്വീകരിച്ചത് പരിശുദ്ധ മാതാവാണ്. പരിശുദ്ധ മാതാവിനെ ആ ജീവന്റെ അപ്പം എന്നും ആസ്വദിക്കാൻ കഴിഞ്ഞു. എന്നാൽ 12ാമത്തെ വയസ്സിൽ 2-3 ദിവസത്തേക്ക് മാത്രമേ കൈവിട്ടു പോയുള്ളൂ. പിന്നെ ഒരിക്കലും മാതാവിന്റെ കയ്യിൽ നിന്ന് ഈ ജീവന്റെ അപ്പം പോയിട്ടില്ല. എല്ലാ സമയവും യേശുവിൽ നിന്ന് മാതാവ് ജീവൻ വലിച്ചെടുത്തുകൊണ്ടേയിരുന്നു. എന്നാൽ യോസേഫിന് മാതാവിന് കിട്ടിക്കഴിഞ്ഞ്
ഈ ജീവന്റെ അപ്പത്തിൽ നിന്നൊന്നും കിട്ടുന്നില്ല. ഈ ജീവന്റെ അപ്പത്തിനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. സംശയരോഗം കൊണ്ട് മാതാവിന്റെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരുന്ന യേശുവിൽ നിന്ന് ഒരു ജീവനും ഒരു ശക്തിയും ഒരു സന്തോഷവും ഏറ്റുവാങ്ങുവാൻ യോസേപ്പിന് കഴിഞ്ഞില്ല, മാതാവിന് കഴിഞ്ഞു. മാതാവിനെ ഈ ഉദരത്തിൽ കിടന്ന ശിശുവിൽ നിന്ന് ശക്തി വലിച്ചെടുക്കുകയായിരുന്നു. അപ്പൊ ഗർഭാശയത്തിൽ നിന്നും ആമാശയത്തിൽ നിന്നും ഒരുപോലെ മാതാവിന് ശക്തി കിട്ടിക്കൊണ്ടായിരുന്നു. അപ്പൊ ഗർഭിണിയായിരിക്കുന്ന ഒരമ്മയ്ക്ക് ആമാശയത്തിലേക്ക് വിടുന്നതായ ആഹാരം ഗർഭാശയത്തിലെ കുഞ്ഞിനെ ജീവനായി ഭവിക്കുന്നു. ആ കുഞ്ഞിനേക്കുള്ള കുറിച്ചുള്ള പ്രതീക്ഷകൾ ആ അമ്മയ്ക്ക് വലിയ പ്രതീക്ഷയും പ്രത്യാശയും സന്തോഷവും നൽകുന്നു. മാതാവിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചതായ വചനം അത് ഹൃദയത്തിൽ നിന്നും ഗർഭാശയത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ മാതാവിന്റെ ചോരയും നീരും വലിച്ചെടുത്ത് ആ കുഞ്ഞ് വളരുന്നതിനിടയിൽ മാതാവിന് സന്തോഷമാണ്. അങ്ങനെ ഈ ജീവന്റെ അപ്പത്തെ വളർത്തുന്ന ആ വേലയിൽ തന്നെ മാതാവിന് ജീവൻ ലഭിച്ചുകൊണ്ടിരുന്നു. വേല ദഹിക്കുന്ന ആഹാരം എന്ന വചനപ്രകാരം ജീവന്റെ അപ്പത്തിനെ വളർത്തിക്കൊടുക്കുന്ന ആ വേലയ്ക്കിടയിൽ തന്നെ മാതാവിന് ജീവൻ കിട്ടിക്കൊണ്ടായിരുന്നു. അപ്പൊ ജീവന്റെ ഉറവിടമായി യേശു മാറിയിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ കേൾക്കുന്നതായ വചനം ചെവിയിലൂടെ ഹൃദയത്തിലെത്തി, ഹൃദയത്തിൽ നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തിലും നമ്മുടെ അകത്തെ മനുഷ്യന്റെ ഹൃദയത്തിലും എല്ലാം അത് വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഈ ജീവന്റെ അപ്പത്തെ ജീവന്റെ ഉറവിടമായി ആസ്വദിക്കാൻ സാധിക്കും. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? എന്നും എപ്പോഴും എവിടെയും യേശുവിൽ നിന്ന് ശക്തി വലിച്ചെടുത്തുകൊണ്ടേ ഇരിക്കുന്ന ഒരനുഭവം, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കണമെന്ന് പറഞ്ഞ അനുഭവം. അക്ഷരാർത്ഥത്തിൽ മാതാവിനെ അത് പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിഞ്ഞു. മാതാവ് യേശുവിലും യേശു മാതാവിലും വസിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളായി ജീവിക്കുവാൻ കഴിയുന്ന ഒരു ഭാഗ്യാവസ്ഥ. യോസേപ്പിന് അത് വെളിപ്പാടിന് മുമ്പ് ലഭിച്ചില്ല. യോസേപ്പിനുണ്ടായിരുന്നതായ എല്ലാ ജീവനും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരാശയിലേക്ക് പോകത്തക്കവണ്ണം താൻ അസ്വസ്ഥനായി മൂകനായി മാറിയെങ്കിലും 2-3 മാസം കഴിഞ്ഞപ്പോൾ മറിയാമിന്റെ ആ പ്രാർത്ഥനയോടുകൂടിയ ഇടപെടലിൽ യോസേപ്പിന് വെളിപ്പാട് ലഭിച്ചപ്പോൾ യോസേപ്പിനും ഈ മാതാവിന് ലഭിച്ചതുപോലെ ജീവന്റെ അപ്പം എപ്പോഴും യേശുവിൽ നിന്ന് വലിച്ചെടുക്കാൻ കഴിഞ്ഞു. അപ്പൊ ജീവന്റെ അപ്പത്തിന്റെ എസൻസ് അതെപ്പോഴും വലിച്ചെടുക്കണമെങ്കിൽ രോഗികളായിരിക്കുന്നവർക്ക് ആഹാരം കഴിക്കാൻ വിശപ്പോ ആരോഗ്യമില്ലാത്തപ്പോൾ ഡോക്ടർമാർ ചെയ്യുന്നത് ഞരമ്പിലേക്ക് ഗ്ലൂക്കോസ് കുത്തിവെച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞരമ്പിലേക്ക് ഗ്ലൂക്കോസ് കുത്തിവെച്ചാൽ പിന്നെ വായു കൂടെ കഴിക്കണ്ട, രക്തത്തിലേക്ക് നേരിട്ട് ഈ ഗ്ലൂക്കോസ് കയറിയിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പൊ എപ്പോഴും ജീവന്റെ അപ്പം കഴിക്കണമെങ്കിൽ ഇങ്ങനെ വല്ല സമാധാനം ചെയ്താലേ ഒക്കെ ഉള്ളൂ. എപ്പോഴും ഇങ്ങനെ വായിലിട്ട് ചാടിച്ചോണ്ടിരിക്കാനുണ്ടോ? അതുകൊണ്ട് എപ്പോഴും ഈ ജീവന്റെ അപ്പത്തിന്റെ എസൻസ് മുഴുവനും കുപ്പിക്കകത്താക്കി അത് ഇങ്ങനെ ട്യൂബ് വഴി നമ്മളിലേക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഈ അത്യാസന്ന നിലയിൽ ആംബുലൻസിലൊക്കെ രോഗികളെ കൊണ്ടുപോകുമ്പോൾ ഇതിനെ തൂക്കം കിട്ടേക്കുക, വണ്ടി ഓടുന്നതിനിടയിൽ ഇത് ഞാൻ കയറിക്കൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഊടിലും ഉറക്കത്തിലും നടപ്പിലും ഇരിപ്പിലും എല്ലാം ഈ ട്രിപ്പ് ഇങ്ങനെ കയറിക്കൊണ്ടായിരിക്കാമെങ്കിൽ നമുക്ക് എപ്പോഴും യേശുവിൽ ജീവിക്കാൻ സാധിക്കും. ഈ യേശുവിന്റെ ജീവന്റെ അപ്പം ഗ്ലൂക്കോസ് ആയിട്ടും മരുന്നായിട്ടും ജീവനായിട്ടും ശക്തിയായിട്ടും വയസ്സായി കയറിക്കൊണ്ടായിരിക്കും. പിന്നെ ആഹാരത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് എന്റെ അടുക്കൽ വരുന്നതിന് വിശക്കുകയും ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞത്. വിശപ്പില്ലാഴി എന്ന് പറഞ്ഞ സോക്കേട് വരുമെന്നല്ല, വിശപ്പില്ലാടി ഒരു അസുഖമാണ്. അത് നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. വല്ലപ്പോലും കഴിക്കണം നമ്മുടെ ആഗ്രഹം. പക്ഷെ യേശുവിന്റെ അടുത്ത് എന്നാൽ ഉണ്ടാകുന്ന ഒരു വിശപ്പില്ലാഴിക അത് അസുഖമല്ല, അത് വിശക്കാൻ സമ്മതിക്കുകയില്ല. ഏതാ വിശപ്പ് വരുന്നതിന് മുമ്പേ തന്നെ നമ്മളിലേക്ക് ഇങ്ങനെ ജീവൻ കയറിക്കൊണ്ടായിരിക്കും. ഇപ്പൊ നമ്മളെ 3-4 പ്രാവശ്യം ഒരു ദിവസം ആഹാരം കഴിക്കുന്നത് എന്തുകൊണ്ടാ? രാവിലെ കഴിച്ചത് ദഹിച്ച് പിന്നെ വിശക്കാൻ തുടങ്ങുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്നു. ഉച്ചയ്ക്കത്തെ കഴിച്ച് വിശക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ 4 മണിക്ക് ചെറിയൊരു കടി, രാത്രി കിടക്കുന്നതിന് ഒരു അത്താഴം. പക്ഷെ കർത്താവ് അതിനെ സമയം കൊടുക്കുകയില്ല. ആദ്യം ഒന്ന് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത വിശപ്പ് വരുന്നതിന് പിന്നെ അടുത്ത ട്രിപ്പിങ്ങിന് തന്നുകൊണ്ടേയിരിക്കും. ട്രിപ്പിങ്ങിന് കുപ്പി മാറ്റി ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരിക്കലും വിശപ്പ് വരികയില്ലെന്നാണ് എന്റെ അർത്ഥം. അപ്പൊ നല്ല രസമായിരിക്കും ഇങ്ങനെ. അങ്ങനെ ജീവന്റെ അപ്പമായ യേശുവിന്റെ എസൻസ് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തെ മനുഷ്യന്റെ സെലകളിലേക്ക് ഇങ്ങനെ കുത്തിവെച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആരെയും ആശ്രയിക്കേണ്ട, ഒന്നിനെയും ആശ്രയിക്കേണ്ട, എപ്പോഴും നമുക്ക് സ്വയം പര്യാപ്തതയിൽ സന്തുഷ്ടമായി ജീവിക്കാൻ കഴിയുമെന്നാണ്. ആ അവസ്ഥയിലേക്ക് മറിയാമാണ് കൃപായുഗത്തിൽ ആദ്യമായി വന്നത്. ആ മറിയാമിന്റെ ജീവിതത്തിൽ അത് ആദ്യമായി ആസ്വദിച്ചു. യോസേപ്പിന് വെളിപ്പാട് കിട്ടിയപ്പോൾ യോസേപ്പിനും ട്രിപ്പ് അടിക്കാൻ തുടങ്ങി. എന്നാ 2 പേരും കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കുക, 2 പേരും കുഞ്ഞിനെ വളർത്തുന്നതിനിടയിൽ ജീവിക്കുകയായിരുന്നു. അവർക്ക് ജീവിതം കിട്ടിയത് ഈ കൊച്ചിനെ വളർത്തിൽ കൂടിയാണ്. അങ്ങനെ 12 കൊല്ലം ഈ യോസേപ്പിന് ഈ കുഞ്ഞിനെ ഇങ്ങനെ ജീവന്റെ അപ്പമായ ആ ജീവനെ, ആ ശക്തിയെ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് ജീവിക്കാൻ സാധിച്ചു. അതിനുശേഷം ഈ യോസേപ്പിന് കാലം ചെയ്തതിന് ശേഷവും യോസേപ്പിന് ആത്മലോകത്തിൽ പോയും
അത് ആ ശക്തി ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ നമ്മൾ യേശുവിനെ നമ്മുടെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ സ്ഥലകാല പരിമിതികളില്ലാതെ എവിടെയും എപ്പോഴും എന്നും നിത്യജീവന്റെ സമൃദ്ധിയായ ജീവൻ ആസ്വദിക്കുന്ന വ്യവസ്ഥയിലേക്ക് നമ്മളെ മാറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നു. സമൃദ്ധിയായ ജീവൻ തരാനാണ് യേശു വന്നതെന്ന് യോഹന്നാൻ 10:10 എഴുതിയിരിക്കുന്നു. പക്ഷെ മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനും കള്ളൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം, ആ കള്ളനെ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജീവന്റെ അപ്പത്തിന്റെ ശക്തി ഇങ്ങനെ വലിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. ഈ ട്രിപ്പ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ വായു കുമള കയറിയാൽ പിന്നെ കയറുകയരുത്. വായു കുമള വലിയ ശല്യമാണ്. അപ്പോൾ വായു കുമള വരാതിരിക്കാൻ വളരെ ബുദ്ധിപൂർവ്വമാണ് നേഴ്സുമാരും ഡോക്ടർമാരും ട്രിപ്പ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഇത് വല്ലപ്പോഴൊക്കെ ആയി പോകുന്ന ഇടയ്ക്ക് കുമള കയറുന്നുണ്ട്, വായു കുമള. അത് പിശാചിന്റെ കുമളയാണ്. പിശാചിന്റെ വായു കുമള ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ ജീവന്റെ അപ്പത്തിന്റെ എസൻസ് അപ്പറെ കിടക്കും, ഇത് ഇഞ്ഞപ്പറെ നിൽക്കും, ഒന്നും കിട്ടുകയില്ല. നമ്മളിങ്ങനെ സൂചി കയറിയതിന്റെ വേദന വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും. എന്നാൽ ഇത് കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വേദനയൊന്നും നമുക്ക് ശ്രദ്ധേയമായിട്ട് വരികയില്ല. അത് നമുക്ക് ജീവൻ കിട്ടിക്കൊണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ജീവന്റെ അപ്പത്തിന്റെ എസൻസ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഈ ജീവൻ മുടക്കികൾ, സമൃദ്ധിയായ ജീവൻ തരാമെന്ന് പറഞ്ഞ യേശു ആ കൂടെ പറയുന്നു മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനും കള്ളനുണ്ടെന്നുള്ളത്. അപ്പൊ നമ്മുടെ ജീവൻ മുടക്കികളായ കള്ളന്മാരെ വായു കുമളകളായി ട്രിപ്പിനകത്ത് കയറിക്കളയും. കയറി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇതെല്ലാം ഊരി അതെല്ലാം വെളിയിൽ കളഞ്ഞാൽ പിന്നെയും കുത്തിയാലേ കയറുള്ളൂ. ഒറ്റ വായുകുളം മതി ഇതിനെ തടയാൻ വേണ്ടി. അപ്പൊ പിശാചിന്റെ ആ വായുകുള പോലെയുള്ള പ്രതിബന്ധങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാതെ ഇരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ദിവസത്തിൽ നമ്മുടെ യോസേപ്പിനുണ്ടായ വെളിപാടിന് ഞായറാഴ്ചയുടെ ആ സന്ദേശം, അതിന് ശേഷിച്ച കഷ്ണം ഇതാണ്. ഈ യോസേപ്പിന് 3 മാസം ഈ വായുകുമള കയറി ഒന്നും കിട്ടിയില്ല. കാരണം ഈ വീട്ടിൽ തന്നെ മാതാവ് ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. കെഞ്ഞപ്പറെ വായുകുമള കയറിയോണ്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ സംശയരോഗം വായുകുമള പോലെ ഈ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. വെളിപ്പാട് കിട്ടിയപ്പോ കുമളയെല്ലാം പോയി, വായുവൊക്കെ മാറി, വെള്ളം. ഈ യോസേപ്പിനും അത് കിട്ടാൻ തുടങ്ങി. ആ യോസേപ്പിന് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാ ചെയ്തെന്ന് ഇവിടെ എഴുതിയിട്ടില്ല. ഉറക്കത്തിൽ നിന്നുണർന്ന് കർത്താവിന്റെ മാലാഖ കൽപ്പിച്ചതനുസരിച്ച് എന്റെ ഭാര്യയെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടായി കാണും, എന്തെല്ലാം കാര്യം പറയാൻ കാണും അവരെ. ഈ യോസേപ്പും അറിയാവുന്ന കൂടെ എത്ര മണിക്കൂർ ഇരുന്ന് വർത്താനം പറഞ്ഞ കാണുമെന്ന് അറിയാവോ? ഇതൊന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. ഈ 2-3 മാസക്കാലത്തെ ഇടവേളയിലുണ്ടായ വേദന മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ച് കാണും. ഈ യോസേപ്പിന്റെ മനസ്സിലുണ്ടായ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും മുഴുവനും ഇരുന്നിരുന്ന് എണ്ണി പറഞ്ഞു കേൾപ്പിച്ച് അപ്പോഴെല്ലാം മാതാവിന്റെ അനുഭവങ്ങൾ. മാതാവ് അങ്ങനെ ഒറ്റയ്ക്ക് കുഞ്ഞിനെയും കൊണ്ട് നടന്നു. ഈ എലിസബത്തിന്റെയും മറിയാമിന്റെയും കൂട്ടായ്മയിൽ കിട്ടിയ ആ മധുര അനുഭവങ്ങൾ യോസേപ്പിന് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ കുടിശ്ശിക തീർത്ത് രണ്ടുപേരും എല്ലാം പങ്കിട്ടപ്പോൾ വലിയ സന്തോഷം. അങ്ങനെ എന്നും എപ്പോഴും ഇടപെടാതെ ഈ ജീവന്റെ ഉറവിടമായ യേശുവിന്റെ ശക്തി ഇവർ രണ്ടുപേരും ഇങ്ങനെ വലിച്ചു കുടിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് അവർക്ക് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം ആക്ഷേപം കേട്ടാലും അവർക്ക് അതൊന്നും ഒരു വിഷയമല്ലായിരുന്നു. ജീവന്റെ ഉറവിടമായ യേശുവായിട്ടുള്ള ബന്ധം അവർക്ക് സജീവമായിരുന്നു. എപ്പോഴും ജീവന്റെ അപ്പം അവർ എസൻസ് ആയിട്ട് വലിച്ചെടുത്തുകൊണ്ടിരുന്നു. നമുക്ക് ഈ അവസ്ഥ വേണോ? അത് തടസ്സമായിരിക്കുന്ന വായുകോളെല്ലാം വെളിയിൽ ചാടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അതിനുവേണ്ടിയാണ് ഇപ്പോഴത്തെ ആരാധന. നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പഞ്ചദിന ധ്യാനത്തിന്റെ സമാഹരണ ദിനമെന്ന നിലയിൽ ശേഷിച്ച കഷ്ണങ്ങൾ സ്വല്പം കൂടെ പെറുക്കാനുള്ളത് പെറുക്കി ആ യോസേപ്പിന്റെയും മറിയാമിന്റെയും എലിസബത്തിന്റെയും അനുഭവങ്ങൾ നമ്മുടേതാക്കി തീർത്ത് യേശുക്കുഞ്ഞിനെ വളർത്തുന്ന വേലയിൽ ആ രക്ഷാകരനായ കർത്താവിനെ ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ തലമുറയ്ക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ നമ്മളിനി എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഇപ്പോൾ പഠിക്കുകയാണ്. നമ്മളിന്ന് വായിച്ചതായ തിരുവചനത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18-25 വെളിപ്പാട് ലഭിച്ചപ്പോൾ മുമ്പ് നടന്നതായ സംഭവങ്ങൾ മുഴുവൻ ദൈവത്തിന്റെ വചന നിവൃത്തിക്കായിരുന്നു എന്ന് രണ്ടുപേർക്കും ബോധ്യമാകും. ദൈവവചനത്തിന്റെ നിവൃത്തിക്ക് ഉറച്ചിരിക്കുന്ന കല്യാണം മാറ്റിവെച്ച് കന്യഗർഭിണിയായി മകനെ പ്രസവിക്കുന്ന പദ്ധതി തന്റേതാക്കണമെന്ന്, അത് താൻ സഹകരിക്കണമെന്ന് മാതാവിന് ഗബ്രിയേൽ മാലാഖയിൽ നിന്ന് കിട്ടിയതായ വചനത്തിലൂടെ വെളിപ്പാട് ലഭിച്ചുകൊണ്ടാണ് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് അതിനോട് സഹകരിക്കാൻ ആരംഭിച്ചത്. പക്ഷെ ആ വെളിപ്പാട് യോസേപ്പിന് ലഭിക്കുന്നതിന് മാസങ്ങൾ കഴിയേണ്ടി വന്നു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള വിടവ് മാറി. രണ്ടുപേർക്കും ഒരേ വെളിപ്പാടിൽ ഒരേ യേശുക്കുഞ്ഞിനെ വളർത്തുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അങ്ങനെ പ്രവാചകൻ മാത്രം കർത്താവ് അരുളി ചെയ്തതിന് നിവൃത്തി വരുവാൻ ഇവയെല്ലാം സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു കേട്ടതാണ്. യോസേപ്പ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് കർത്താവിന്റെ മാലാഖ കൽപ്പിച്ചതനുസരിച്ച് എന്റെ ഭാര്യയെ സ്വീകരിച്ചു. ആ രാത്രി പിന്നെ അത് ഉറങ്ങിക്കാണുകയില്ല. രാത്രി മുഴുവൻ അവിടെ പല കാര്യങ്ങൾ സംസാരിച്ചു കാണും.
ഈ 3 മാസക്കാലം എലിസബത്തും മറിയാമും കൂടെ കൂടി എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തു, എന്തെല്ലാം കാര്യങ്ങൾ പ്രാർത്ഥിച്ചു, അവരെങ്ങനെയാണ് ആ സമയം ചെലവഴിച്ചതെന്നെല്ലാം എണ്ണി എണ്ണി ചോദിച്ചു കാണും, പറഞ്ഞു കാണും. അതിൻ്റെ ഇടയ്ക്ക് അവർ മാതാവ് ഊന്നി പറഞ്ഞൊരു കാര്യം, യോസേപ്പച്ചായന് വേണ്ടി ഞങ്ങൾ ഒത്തിരി കരഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ യോസേപ്പച്ചായനും കരയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ രണ്ടുപേരും ആ കരച്ചിലായിട്ട് ഈ അവിശ്വാസം ഉണ്ടായ സാഹചര്യം, വെളിപ്പാടില്ലാത്തതിന്റെ കുഴപ്പം അവരെ ഓർത്ത് ഒത്തിരി കരഞ്ഞെന്ന് പറഞ്ഞു. ആ കൂടെ സഖറിയ പുരോഹിതനുണ്ടായിരിക്കുന്ന സംശയത്തെ ഓർത്ത് അവർ കരഞ്ഞെന്ന് പറഞ്ഞു. 3 മാസത്തിൽ അവരുടെ കൂട്ടായ്മയ്ക്ക് അതെല്ലാം ഈ കരച്ചിലുണ്ടായിരുന്നു. ആ കണ്ണുനീരെല്ലാം കർത്താവ് തുരുത്തിയിലാക്കി വെച്ചു. ആ തുരുത്തിയിലാക്കി വെച്ചിട്ട് അതിനെ വെളിപ്പാടിന്റെ പുതിയ അനുഗ്രഹമായി ഈ രണ്ടുപേർക്കും കിട്ടി. ആ 2 ഭർത്താക്കന്മാർക്ക് സന്തോഷിക്കുവാനും അവരോടൊപ്പം ആനന്ദിക്കുവാനും കഴിഞ്ഞു. ദൈവത്തിന്റെ രക്ഷന്റെ വേലയിൽ കുടുംബമായി ഒന്നിച്ച് സഹകരിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഈ മാതാവിൽ നിന്ന് ഈ 3 മാസക്കാലത്തെ അനുഭവ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ യോസേപ്പ് എന്തുമാത്രം കരഞ്ഞു കാണും. ആ യോസേപ്പിന്റെ കണ്ണുനീരോടെ തുരുത്തിയിലാകാൻ തുടങ്ങി. അത് യോസേപ്പിന്റെ ഗോവണി പണി സ്വർഗത്തോളം എത്താൻ അത് സഹായിച്ചു. അപ്പൊ അങ്ങനെ നമ്മുടെ ഗോവണിയുടെ കാര്യം കൂടെ എന്നോട് ചേർക്കുകയാണ്. 5ാമത്തെ ഗോവണി പണി പശ്ചാത്താപമാണെന്നാണ് സെന്റ് ജോൺ ക്ലൈമാക്കസ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും കൊണ്ട് 30 പടിയുള്ളതായ ഗോവണി പണി എന്ന കാര്യം പഴയ നിയമത്തിൽ അബ്രഹാമും ഇസാഖും യാക്കോബും ഈ യോസേപ്പും എല്ലാം അത് പ്രയോജനപ്പെടുത്തി, മാതാവിനും അത് പ്രയോജനപ്പെട്ടു, നമുക്കും പ്രയോജനപ്പെടുവാൻ നോയമ്പിന്റെ 13ാം ദിവസം നമുക്ക് ഈ പശ്ചാത്താപം 100% നമ്മുടെയും മറ്റുള്ളവരുടെയും അവിശ്വാസം നിമിത്തം ഉണ്ടായ മുറിവുകളും വേദനകളും ഓർത്ത്, നഷ്ടകഷ്ടങ്ങൾ ഓർത്ത് കണ്ണുനീർ വാക്കാമെങ്കിൽ ആ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ചിട്ട് അത് അനുഗ്രഹമായി മടങ്ങി വരും, അത് പുതിയ വീഞ്ഞായി മടങ്ങി വരും എന്നുള്ളൊരു കാര്യം ഓർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ 5ാമത്തെ ഈ ഗോവണിയുടെ പടി മറ്റുള്ളവരുടെ പാപഭോഷത്വങ്ങൾ ഏറ്റെടുത്തുള്ളതായ പശ്ചാത്താപമാണ്. ഞങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന കുറ്റത്തിന് നമ്മളും കൂടെ ഉത്തരവാദിയാണെന്ന് പറഞ്ഞ് നമ്മളത് നമ്മുടേതാക്കി മാറ്റി പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ദൈവം പ്രസാദിക്കുകയും അവർക്ക് അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നു. 1 ശമൂവേൽ 25 അധ്യായത്തിൽ അബീഗയിൽ ഭർത്താവിന്റെ ഭോഷത്വം ഓർത്ത് കരയുകയും അതിന് പ്രതിവിധി നടത്താൻ വേണ്ടി വളരെ വേഗം പണം ചെലവഴിച്ച് വ്യക്തപ്പെട്ട് ആ ദാവീദിന്റെ കാലേ വീണ് ക്ഷമ ചോദിച്ച് ആ കുടുംബം രക്ഷിച്ചതായ രംഗം 1 ശമൂവേൽ 25 നമ്മൾ കണ്ടതാണ്. ലൂക്കോസ് 1:20 നമ്മൾ മാതാവിന്റെ ആ കരച്ചിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഇവിടെ ഇതാ ഈ കരച്ചിലിന് ഗുണമുണ്ടായി കഴിഞ്ഞപ്പോൾ തനിക്കുണ്ടായ എല്ലാ അനുഭവങ്ങളെയും തന്നെ ഭാര്യയായി സ്വീകരിച്ച യോസേഫുമായി പങ്കിടുന്നു. ആ രാത്രി മുഴുവൻ ഒരു സന്തോഷ കണ്ണുനീർ പൊഴിച്ച് പ്രാർത്ഥിച്ചു കാണും. ഇങ്ങനെ വെളിപ്പാട് കിട്ടിയല്ലോ. അപ്പൊ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും കൂടെ സമ്മിശ്രമായ കണ്ണുനീരുണ്ട്. അത് ഉയർപ്പിന്റെ അനുഭവം ഉള്ളതാക്കുന്നതാണ്. അങ്ങനെ അവരുടെ ആ കണ്ണുനീര് പശ്ചാത്താപം മനുഷ്യജാതിക്ക് മുഴുവൻ വേണ്ടിയാണ്. ഒരു അവിശ്വാസം ഉണ്ടായി കഴിഞ്ഞാലുള്ള കെടുതികൾ, സംശയരോഗം വന്നാലുള്ള കുഴപ്പങ്ങൾ അവർ ശരിക്കും ചർച്ച ചെയ്തു. എന്തെല്ലാം കാര്യങ്ങൾ ഈ യോസേഫ് വിചാരിച്ചു വ്യാകുലപ്പെട്ടു എന്നുള്ള എണ്ണി പറഞ്ഞു കാണും. അയ്യോ, ഇതുപോലെ എത്ര പേര് ഏതെല്ലാം കുടുംബങ്ങളിൽ കിടന്ന് കണ്ണീര് വാർക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് അവരെല്ലാം ഓർത്ത് കാണും. അങ്ങനെ ലോകാരംഭം മുതൽ ലോകാവസാനം വരെ സംശയരോഗത്താൽ വിഷമിക്കുന്ന സകലരെയും ഓർത്തിട്ട് ഈ യോസേഫ് മറിയാമും കരഞ്ഞു കാണും. അങ്ങനെ നീതിയുള്ള അവരുടെ ഹൃദയം അവർക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയും കരഞ്ഞ് അത് അനുഗ്രഹമാക്കി തീർത്തു എന്നുള്ള കാര്യം. അപ്പോൾ ഈ ജീവന്റെ അപ്പം ഞങ്ങൾക്ക് എന്നും തരണമേ എന്നുള്ള പ്രാർത്ഥന അവരെ അന്വർത്ഥമാക്കി തീർത്തു. നമുക്കും ഈ ജീവന്റെ അപ്പം ഇതിന് കുർബാന ഉപയോഗിക്കുമ്പോൾ ഒരു കഷ്ണമായിട്ട് മാത്രം കിട്ടിയാൽ പോരാ, അതെ അതിന് മുമ്പും വേണം, അതിന് മുമ്പും വേണം, എപ്പോഴും വേണം. ട്രിപ്പ് കയറുന്ന പോലെ ഞാൻ കയറിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ഞങ്ങൾക്ക് വല്ലപ്പോഴും കുർബാന അനുഭവിച്ചാൽ പോരാ, ഞങ്ങൾക്ക് 5 ദിവസം ഇപ്പം അനുഭവിക്കാൻ അവസരമുണ്ട്, അത് എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഒക്കുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കർത്താവിന്റെ ജീവനും ശക്തിയും ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. അതിന് തടസ്സം വരുത്തുന്നില്ല. മുളകളെയും വെളിയിച്ചാടിക്കാനുള്ള ആ ജാഗരണവും പ്രാർത്ഥനയും കണ്ണുനീരും തരണമേ എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ ആ കുടിശ്ശിക തീർത്ത് യേശുക്കുഞ്ഞിനെ വളർത്തി അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ജീവൻ ഒഴുകി വരേണ്ടതായ ചാനലിലുള്ളതായ ബ്ലോക്കുകളൊക്കെ മാറ്റി കൊടുക്കാൻ മാതാവിനെയും യോസേഫിനെയും സക്കരിയാവിനെയും എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് അത് പ്രാർത്ഥന കൊടുക്കുകയാണ്. അതിനെ സംബന്ധിച്ച് അതിനെ ആഗ്രഹിക്കുന്നവർക്ക് അനുഗ്രഹം വായിക്കാൻ ആഗ്രഹിക്കുന്നു.